ഗണപതയേ നമഃ. ഓം ശക്തി പരാശക്തി. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഹര ഹരോ ഹര ഹര. ഓം വജധ്വേ നമഃ. ഓം സ്കന്ദായ നമഃ. ഓം കുമരായ നമഃ. ഓം വേലായ നമഃ. വേൽമുരുകാ ഹരോഹര. വേലായുധ ഹരോഹര. ഹരഹരോ ഹരഹര. ഇന്ന് നമുക്ക് സ്കന്ദപുരാണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൺലൈനിൽ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ? ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്കന്ദപുരാണമാണ്. സ്കന്ദപുരാണത്തിലെ സൃഷ്ടാവ് മോചിതനാകുന്നു എന്നുള്ള ഭാഗമാണ് ഇനി വായിക്കാനുള്ളത്. അതായത് ബ്രഹ്മദേവനെ തുറങ്കിലടയ്ക്കുകയാണ് സ്കന്ദ ഭഗവാൻ. അങ്ങനെ അവസാനം ആ ബ്രഹ്മദേവനെ, ആ സൃഷ്ടാവിനെ സ്കന്ദ ഭഗവാൻ മറ്റു ദേവന്മാരുടെ എല്ലാവരുടെയും വാക്കിൻ പ്രകാരം മോചിതനാക്കുന്ന ആ ഒരു സന്ദർഭമാണ് ഇനി വായിക്കാനുള്ളത്. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് കാര്യം പറയാം. ശിവപാർവതിമാരുടെ കൈലാസത്തില് ശിവഭഗവാന്റെ പുത്രിമാരുണ്ട്. ശിവഭഗവാന് പുത്രന്മാരുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതി ഭഗവാൻ, മുരുക ഭഗവാൻ, ഇവർ രണ്ടുപേരും മാത്രമേ മക്കളായിട്ടുള്ളൂ എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരുപാട് മക്കളുണ്ട്, അല്ലാതെയും വേറെ മക്കളുണ്ട്. ഒന്നെന്ന് പറയുന്ന അശോകസുന്ദരി എന്ന് പറയും. അത് ദേവിയുടെയും ഉമാദേവിയുടെയും ശിവഭഗവാന്റെയും മകളാണ് അശോകസുന്ദരി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഭദ്രദേവിയാണ്. ഭദ്രദേവി അറിയാമല്ലോ, ഭഗവാനിൽ നിന്ന്, ശിവഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഭദ്രകാളി, ഭദ്രദേവി എന്ന് പറയുന്നത്. ഈ ഭദ്രദേവിനെയാണ് നമ്മൾ കേരളത്തില് മുഴുവൻ ദേശങ്ങളിലും അവരുടെ കുടുംബദേവതയായും പരദേവതയായും ഒക്കെ കൂടുതലായിട്ട് ആചരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദേവി എന്ന് പറയുന്നത്. അപ്പൊ ഭദ്രദേവിയുണ്ട്, ഗണപതി ഭഗവാനുണ്ട്, മുരുക ഭഗവാനുണ്ട്, അശോകസുന്ദരിയുണ്ട്, ഭദ്രദേവിയുണ്ട്. ഇനി ഒരു പുത്രി കൂടിയുണ്ട്. ആ പുത്രിയുടെ പേരാണ് വാസുകി എന്ന് പറയുന്നത്. അത് ശിവപാർവതിമാരുടെ പുത്രിയാണ്. അങ്ങനെ വാസുകി എന്ന് പറയുന്ന, അപ്പം വാസുകി എന്ന് പറയുമ്പോൾ ഒരു നാഗത്തിന്റെ ഒരു ഇതുള്ള, അതൊരു പുത്രിയാണ്. വാസുകി എന്ന് പറഞ്ഞൊരു പുത്രിയുണ്ട്. അങ്ങനെ 3 പുത്രിമാരും ഉണ്ട്. അപ്പൊ ടോട്ടൽ 5 പേരുണ്ട്. പിന്നെയും പുത്രന്മാരുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ശിവഭഗവാന്റെ ക്രോധാഗ്നിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പുത്രന്മാർ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള പുത്രന്മാരുണ്ട്. മനസ്സിലായോ? അപ്പം ഈ 5 പേരാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന് ഗണപതി ഭഗവാൻ, ഒന്ന് മുരുക ഭഗവാൻ, ഒന്ന് ഭദ്രദേവി, ഒന്ന് അശോകസുന്ദരി, ഒന്ന് വാസുകി. അങ്ങനെ ഈ 5 മക്കളെയാണ് കറക്റ്റായിട്ട് പറയുന്നത്. മനസ്സിലായി? അപ്പൊ 5 മക്കള് കറക്റ്റായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ശിവപാർവതിമാർക്ക്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഈ മക്കളോടും, അതായത് ശിവപാർവതിമാരോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ വിഘ്നങ്ങൾ ഇല്ലാതാവും. അതുപോലെ ദേവസേനാപതിയാണ് മുരുക ഭഗവാൻ. മുരുക ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ഏതിലും വിജയമാണ്. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വിജയം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മുരുക ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഇനി അതുപോലെ നമുക്ക് ദാമ്പത്യ കാര്യങ്ങൾ, നമ്മുടേതായിട്ടുള്ള ചുറ്റുപാടിലെ സംഭവങ്ങൾ, നമ്മുടെ കാര്യതടസ്സങ്ങൾ മാറാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമ്മുടെ കുടുംബപരമായിട്ടുള്ള ഉന്നതി, അല്ലാതെയുള്ള ആത്മീയപരമായിട്ടുള്ള ഉന്നതി, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വാസുകി ദേവീനെ പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഭദ്രദേവീനെ നമുക്ക് ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഭൗതികപരമായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾക്കും നമ്മുടെ പാരമ്പര്യ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ഭദ്രമാക്കുന്നതിന് വേണ്ടിയിട്ടും, നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും, അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്ക് ഭദ്രദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. പിന്നെ അശോകസുന്ദരി ദേവീനെ പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗന്ദര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അതായത് ഈ പുതിയ തലമുറ ഉണ്ടാവുന്നതിന് സൗന്ദര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നമുക്ക് സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നല്ല ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് അശോകസുന്ദരി ദേവീനെയും പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പം ഓരോ മക്കൾക്കും ഓരോ പർപ്പസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഓരോ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഗണപതി ഭഗവാനെ, മക്കളെ കുറെ കൂടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന്. പിന്നെ ഒരു പുത്രനുണ്ട്, അതാണ് അയ്യപ്പൻ. സോറി, അത് പറയാൻ വിട്ടുപോയി. അയ്യപ്പൻ അറിയാലോ, അയ്യപ്പൻ മഹാദേവന്റെയും അതുപോലെ തന്നെ മോഹിനി പുത്രനും കൂടെയാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ടോട്ടലി 6 പേരാണ് കേട്ടോ.
അപ്പൊ ആരൊക്കെയാണ് മക്കൾ, അത് ഓർത്ത് വെക്കുക. എപ്പോഴും നമ്മൾ മനസ്സിൽ ഈ മക്കളെ കൂടി ഓർക്കുക. മക്കൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. കാരണം അവരെന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയാ, നമുക്ക് നമ്മൾ ചെറുപ്പക്കാർക്കാണെങ്കിൽ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ ചെറുപ്പക്കാരായിട്ടുള്ളവരായിരിക്കും കൂടുതൽ ഇഷ്ടം തോന്നുക അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെറുപ്പക്കാരുടെയൊക്കെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു കിട്ടാൻ വേണ്ടി നമുക്ക് മക്കളോടും കൂടി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ശിവപാർവതിമാരെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ പറയുന്ന മക്കളോട് നമുക്ക് പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും. അത് ആദ്യമേ വരുന്ന വെച്ചാൽ ഗണപതി ഭഗവാൻ, പിന്നെ മുരുക ഭഗവാൻ, ഭദ്രദേവി, അശോകസുന്ദരി, വാസുകി, പിന്നെ ആരാണ്, ശാസ്താവ്. ആ ശാസ്താവ് അയ്യപ്പൻ. മനസ്സിലായോ? അപ്പം അങ്ങനെ ഉണ്ട്. പിന്നെയും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇനിയും പറയാൻ പറ്റും. അതായത് വിഷ്ണുമായ എന്ന് പറയുന്നത് ശിവഭഗവാന്റെ ഇതിൽ വരുന്ന ശിവാംശം തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയും ഉണ്ട്. അപ്പം ഒരുപാട് ഇപ്പൊ നമുക്ക് പുതിയ തലമുറയിലുള്ളവരായാലും എന്താ പറയാ, ഒരുപാട് ഇതുണ്ട്. അപ്പം നമുക്ക് അനുസരിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ നമുക്ക് അതിനോടൊപ്പം നമുക്ക് രാധാകൃഷ്ണന്മാരെയും പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പൊ ആ മക്കളുടെ മഹാത്മ്യം കൂടി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമുക്ക് സ്കന്ദപുരാണമാണ്. ശിവഭഗവാന്റെ പുത്രനാണ് സ്കന്ദൻ. അപ്പൊ സ്കന്ദന്റെ മുരുക ഭഗവാന്റെ ആ ഒരു സ്കന്ദപുരാണമാണ് നമ്മളിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് വായിക്കാനുള്ള സ്രഷ്ടാവ് മോചിതനാകുന്നു എന്നുള്ള ഭാഗമാണ്. അപ്പൊ ആ ഭാഗം ഞാൻ വായിക്കാൻ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ബ്രഹ്മദേവനെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ശ്രീ മഹാവിഷ്ണുവിന്റെ നേതൃത്വത്തിൽ അഷ്ടദിക്പാലകന്മാരും സൂര്യചന്ദ്രാദി ഗ്രഹനാഥന്മാരും സപ്തമഹർഷികളും ആദിശേഷാദി പന്നക ശ്രേഷ്ഠന്മാരും അഗസ്ത്യാദി മഹർഷിമാരും കൈലാസാദ്രിയിലെത്തി. ശ്രീ പരമേശ്വരനെ ദർശിച്ച് സങ്കടമുണർത്തിച്ചു. മഹാദേവ, അവിടുത്തെ തിരുമകൻ ശ്രീ സ്കന്ദദേവൻ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനോട് പ്രണവാർത്ഥം എന്തെന്ന് പറയുവാൻ കൽപ്പിച്ചു. അർദ്ധമറിയാതെ വിഷമിച്ചു നിന്ന ബ്രഹ്മദേവന്റെ ശിരസുകളിൽ കുമാരൻ പ്രഹരിക്കുകയും കാരാഗൃഹത്തിൽ തള്ളുകയും ചെയ്തിരിക്കുകയാണ്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ ബാലകനെന്നു കരുതി അവഗണിച്ച് വന്ദിക്കാതെ പോയ ബ്രഹ്മൻ മൂഢൻ തന്നെ. എങ്കിലും അതിനുള്ള ശിക്ഷയും സ്രഷ്ടാവ് അനുഭവിച്ചു കഴിഞ്ഞു. അവിടുന്ന് ബ്രഹ്മദേവൻ ചെയ്ത തെറ്റു പുറത്തരുളി കാരാഗൃഹമോചം നൽകുന്നതിന് കനിവുണ്ടാകണം. അപ്പോ മഹാവിഷ്ണുവിന്റെ നേതൃത്വത്തില് അഷ്ടദിക്പാലകന്മാരും സൂര്യചന്ദ്രാദി ഗ്രഹനാഥന്മാരും എല്ലാ സപ്തഋഷികളും കൂടി ആദിശേഷാദി പന്നക ശ്രേഷ്ഠന്മാരും അഗസ്ത്യാദി മഹർഷിമാരും കൂടി ചേർന്നിട്ട് കൈലാസാദ്രിയിൽ എത്തുകയാണ്. അങ്ങനെ കൈലാസത്തിൽ എത്തുമ്പോൾ അവിടെ പരമശിവൻ അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഇവർ പറയുകയാണ്, ബ്രഹ്മദേവൻ ഇതുപോലെ തടങ്കിലാണ്, സ്കന്ദദേവന്റെ തടവറയിലാണ് ബ്രഹ്മദേവൻ ഇപ്പോൾ ഉള്ളത്. ബ്രഹ്മദേവൻ സ്കന്ദദേവനെ ഗൗനിച്ചില്ല. അതായത് സ്കന്ദദേവനെ ഒരു ബഹുമാനം കൊടുത്തില്ല, നിന്ദിച്ചു കൊണ്ടുപോയി. അതിന്റെ ഫലമായിട്ടും ഓംകാരത്തിന്റെ പൊരുൾ അറിയാത്തത് കൊണ്ടുമാണ് ഈ ബ്രഹ്മദേവൻ ഇങ്ങനെ ഒരു തടങ്ങില് സ്കന്ദദേവൻ ആക്കിയത് എന്നുള്ള കാര്യം ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഭഗവാൻ പരമശിവൻ പറയുകയാണ്, വിഷ്ണു ഭഗവാനാണിത് പറയുന്നത്. വിഷ്ണു ഭഗവാനാണ് ശിവഭഗവാനോട് പറയുന്നത്. അപ്പോൾ വിഷ്ണു ഭഗവാന്റെ ഈ വചനങ്ങൾ കേട്ടതിന് ശേഷം ശിവഭഗവാൻ പറയുകയാണ്, വിഷ്ണുവിന്റെ വചനങ്ങൾ കേട്ട് ശിവഭഗവാൻ പുഞ്ചിരി തൂകി. അദ്ദേഹം അവരോട് പറഞ്ഞു, ദേവന്മാരെ, ശിവനെയും കുമാരനെയും വേറെയായി കാണുന്നവർ മൂഢന്മാരാണ്. അപ്പോൾ ആരാണ്? പരമശിവൻ പറയുകയാണ്, ദേവന്മാരെ, ശിവനെയും അതുപോലെ മുരുകനെയും വെവ്വേറെ കാണുന്നത് മൂഢന്മാരാണ് എന്ന് പറയുകയാണ് ഭഗവാനിവിടെ. കുമാരൻ നാം ആണ്, നാം കുമാരനും. അതായത് കുമാരൻ തന്നെയാണ് നാം എന്ന് ശിവഭഗവാൻ പറയണം, നാം തന്നെയാണ് കുമാരൻ എന്നും ഭഗവാൻ പറയണം. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മക്കൾക്കും അതേ പ്രാധാന്യം ഉണ്ട്. ആ ശിവഭഗവാന്റെ അതേ പ്രാധാന്യം തന്നെ ശിവപുത്രന്മാർക്കും പുത്രിമാർക്കും ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായ? അതുകൊണ്ട് തന്നെ നമ്മൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഭദ്രദേവീനെ പ്രാർത്ഥിക്കുന്നവരായാലും അവരത് തന്നെ മുന്നോട്ട് പൊയ്ക്കോളും, അതിൽ യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചാലും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്ന അതേ ഫലം തന്നെയായിരിക്കും കിട്ടുന്നത്. അതുപോലെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചാലും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്ന അതേ ഗുണം തന്നെയായിരിക്കും കിട്ടുന്നത്. മനസ്സിലായോ? അപ്പം മക്കളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അച്ഛനമ്മമാരെ പ്രാർത്ഥിക്കുന്ന അതേ ഗുണം തന്നെയായിരിക്കും കിട്ടുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഭഗവാൻ പരമശിവനും ഇവിടെ പറയുന്നത്, ഞാനും സ്കന്ദനും വേറെയല്ല, നാം രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മുടെ തന്നെ ഇതാണ്, അതേ ഇത് കൊടുത്തിട്ടാണ്, അതേ ശക്തിയാണ്, അതേ ഇതാണ് സ്കന്ദദേവനും എന്ന് ഇവിടെ ശിവഭഗവാൻ പറയുകയാണ്.
ദേവന്മാരെ ശിവനെയും കുമാരനെയും വേറെയായി കാണുന്നവർ മൂഢന്മാരാണ്. കുമാരൻ നാമാണ്, നാം കുമാരനും. കുമാരനെ അവഗണിച്ച് നമ്മെ സ്തുതിക്കുന്നവർക്ക് ഇഹപര സുഖങ്ങൾ സിദ്ധിക്കുകയില്ല. ബ്രഹ്മന് ബോധോദയം ഉണ്ടാകുന്നതിനും പദവിക്കനുസൃതമായ പാണ്ഡിത്യം ഉണ്ടാക്കിയെടുക്കുന്നതിനുമാണ് കുമാരൻ സ്രഷ്ടാവിനെ ദണ്ഡിച്ചതും കാരാഗൃഹത്തിൽ പ്രവേശിപ്പിച്ചതും. ഒരിക്കൽ മാത്രമേ വേദം നമ്മെ പ്രണവ ശബ്ദത്താൽ വാഴ്ത്തുന്നുള്ളൂ. എന്നാൽ നമ്മുടെ പുത്രനായ സ്കന്ദദേവനെ സുബ്രഹ്മണ്യവും 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 എന്ന് 3 പ്രാവശ്യം ഓം 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 എന്ന് പ്രണവത്തോട് ചേർന്ന് പുകഴ്ത്തി വാഴ്ത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ പരമശിവൻ പറയുകയാണ്, നമ്മെ ഒരിക്കൽ മാത്രമേ വേദത്തിൽ ഇങ്ങനെ പറയുന്നുള്ളൂ. പക്ഷേ സ്കന്ദ ഭഗവാനെ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യവും സുബ്രഹ്മണ്യവും എന്ന് പറഞ്ഞിട്ട് ഓം 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 എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം പറഞ്ഞിട്ട് ആ സുബ്രഹ്മണ്യനെ പുകഴ്ത്തി പറയുന്നുണ്ട് എന്നാണ് ഇവിടെ, പുകഴ്ത്തി വാഴ്ത്തുന്നുണ്ട് എന്നാണ് ഇവിടെ ശിവഭഗവാൻ പറയുന്നത്. ഇപ്രകാരമുള്ള കുമാരമഹിമകളെ കുറിച്ച് അജ്ഞനായ സ്രഷ്ടാവിന് വേണ്ടി എപ്രകാരമാണ് വാദിക്കുക? അപ്പോൾ ഇപ്രകാരമുള്ള കുമാരമഹിമകളെ കുറിച്ച് അജ്ഞനായ സ്രഷ്ടാവിന് വേണ്ടിയിട്ട് എപ്രകാരമാണ് നാം വാദിക്കുക? അപ്പം ഈ ഓംകാരത്തിന്റെ പൊരുൾ പോലും അറിഞ്ഞുകൂടാത്ത ആ ബ്രഹ്മദേവനെ നാം എങ്ങനെയാണ് ആ ബ്രഹ്മദേവന്റെ പക്ഷം നിന്ന് നാം എങ്ങനെയാണ് വാദിക്കുക എന്നാണ് ഇവിടെ പരമശിവൻ ചോദിക്കുന്നത്. ഇപ്രകാരം പുരുഷവചനങ്ങൾ ചൊരിഞ്ഞെങ്കിലും കൃപാനിധിയായ ദേവന്റെ മനസ്സലിഞ്ഞ് നന്ദികേശ്വരനോട് കൽപ്പിച്ചു, നന്ദികേശ്വര, നമ്മുടെ വാക്കുകൾ കുമാരദേവനെ ധരിപ്പിച്ച് കാരാഗൃഹത്തിൽ നിന്ന് ബ്രഹ്മദേവനെ മോചിപ്പിച്ച് ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ ഉടനെ തന്നെ എന്നിട്ട് ശിവഭഗവാൻ ഇങ്ങനെ പറയുകയാണ്. ആരോടാണ് പറയുന്നത്? നന്ദി ഭഗവാനോട് പറയുകയാണ്. എന്തായാലും ഇവർ ഇതുപോലെ വന്ന് പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് ആ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് പോയി അവിടെ പോയി ബ്രഹ്മദേവനെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരൂ എന്ന് പറയുകയാണ്. മഹാദേവന്റെ കൽപ്പനയനുസരിച്ച് നന്ദിദേവൻ ശിവഗണങ്ങളുമൊത്ത് സ്കന്ദസ്ഥലത്തെ പ്രാപിച്ച് ശ്രീകുമാരദേവനോട് കാര്യങ്ങൾ ഉണർത്തിച്ചു. നന്ദികേശ്വര വചനങ്ങൾ ശ്രവിച്ച് ശ്രീമുരുകൻ സൗമ്യനായി തന്നെ മറുപടി പറഞ്ഞു. നന്ദികേശ, ബ്രഹ്മാവിന് കാരാഗൃഹമോചനം നൽകുന്നതിന് നാം ഉദ്ദേശിക്കുന്നില്ല. അതേക്കുറിച്ച് തർക്കിച്ചു നിൽക്കാനാണ് ഭാവമെങ്കിൽ സ്രഷ്ടാവിന് സംഭവിച്ചത് തന്നെ നിനക്കും സംഭവിക്കുന്നതാണ്. അങ്ങനെ അവിടേക്ക് ആര് പോവുകയാണ്? നന്ദി ഭഗവാൻ പോവുകയാണ് അല്ലേ? മുരുക ഭഗവാന്റെ അടുത്തേക്ക് നന്ദി ഭഗവാൻ പോവുകയാണ്. എന്നിട്ട് മുരുക ഭഗവാനോട് നന്ദി ഭഗവാൻ പറയുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ബ്രഹ്മദേവനെ അവിടുന്ന് മോചിപ്പിക്കണം. അതാണ് കൈലാസനാഥനായിട്ടുള്ള പരമശിവന്റെ ഉത്തരവെന്ന് പറയുകയാണ്. അപ്പൊ ഇത് കേൾക്കുന്നുടനെ സ്കന്ദ ഭഗവാൻ വളരെയധികം ദേഷ്യം വരികയാണ്. എന്നിട്ട് സ്കന്ദ ഭഗവാൻ പറയുകയാണ്, അതൊന്നും പറ്റില്ല. അങ്ങനെ മോചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന് സംഭവിച്ച അത് തന്നെ ആയിരിക്കും നിനക്കും സംഭവിക്കാൻ പോകുന്നത് നന്ദി. ഈ പറയുന്ന ബ്രഹ്മദേവന് സംഭവിച്ചത് തന്നെ ആയിരിക്കും ഇവനെന്ന് പറഞ്ഞ്, സോറി, അത് ആ ഒരു ഇതിൽ പറഞ്ഞു പോയതാണ് കേട്ടോ, ക്ഷമിക്കണേ ഭഗവാനെ. അപ്പം ബ്രഹ്മദേവന് സംഭവിച്ചത് തന്നെ ആയിരിക്കും നന്ദി ഭഗവാന് സംഭവിക്കേണ്ടി വരുന്നത് എന്ന് മുരുക ഭഗവാൻ ഇങ്ങനെ നന്ദി ഭഗവാനോട് പറയുകയാണ്. കർശനമായ ശ്രീമുരുക കൽപ്പന കേട്ട് ഭയന്ന നന്ദിദേവൻ സ്കന്ദദേവ പാദങ്ങൾ നമസ്കരിച്ച് കൈലാസാദ്രിയിലേക്ക് പുറപ്പെട്ടു. അപ്പം ഈ കർശനമായിട്ടുള്ള ഈ ഒരു വാക്കുകൾ കേട്ട നന്ദി ഭഗവാന് ഭയം ഉണ്ടാവുകയും അങ്ങനെ നന്ദി ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? മുരുക ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് നേരെ കൈലാസത്തിലേക്ക് പോവുകയാണ്. വിവരങ്ങൾ അറിഞ്ഞ് പുഞ്ചിരി തൂകിയ ശ്രീ പരമേശ്വരൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് വാഹനാരൂഢനായി സ്കന്ദദേവസ്ഥാനമായ സ്കന്ദസ്ഥലത്തേക്ക് എഴുന്നള്ളി. ദേവന്മാരും മുനിപുങ്കവന്മാരും കൈലാസനാഥനെ അനുഗമിച്ചു. സ്കന്ദസ്ഥലത്തെത്തിയ ഭഗവാൻ ആലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ മഹാദേവൻ എവിടെ എത്തുകയാണ്? സ്കന്ദദേവനുള്ള അതേ സ്ഥലത്തേക്ക് തന്നെ മഹാദേവൻ എത്തുകയാണ്. എന്നിട്ട് മഹാദേവൻ എന്ത് ചെയ്യുകയാണ്? ദേവന്മാരും മുനിപുങ്കവന്മാരും കൈലാസനാഥനെ അനുഗമിക്കുകയാണ്. എന്നിട്ട് സ്കന്ദസ്ഥലത്തെത്തിയ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ആലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവിനെ ദർശിച്ച ശ്രീ കുമാരദേവൻ ആനന്ദഭരിതനായി. അദ്ദേഹം സർവേശ്വരനെ നമസ്കരിച്ച് ആനയിച്ച് രത്നസിംഹാസനത്തിലിരുത്തി. തുടർന്ന് പിതാവിന്റെ ആഗമനോദ്ദേശം അന്വേഷിച്ചു. അവിടുന്ന് എഴുന്നരുളിയ കാരണം എന്തെന്ന് അരുളി ചെയ്താലും കാരണമില്ലാതെ കാരണക്കാരൻ ചലിക്കുകയില്ലെന്ന സത്യവചനം അടിയൻ അറിയുന്നു. വിനയപൂർവമുള്ള പുത്രവചനങ്ങൾ ജഗത് പിതാവിനെ സന്തുഷ്ട ചിത്തനാക്കി. അദ്ദേഹം പുത്രനെ കൗതുകത്തോടെ വീക്ഷിച്ചുകൊണ്ട് എന്റെ ആഗമനോദ്ദേശം വെളിപ്പെടുത്തി. അപ്പോൾ മുരുക ഭഗവാൻ ഇവിടെ ചോദിക്കുകയാണ്, അവിടുന്ന് എന്തുകൊണ്ടാണ് എഴുന്നള്ളിയിരിക്കുന്നതിന്റെ കാരണം അരുളി ചെയ്താലും ഒരു കാരണവും ഇല്ലാതെ അങ്ങ് ഇങ്ങോട്ടേക്ക് വരികയില്ലല്ലോ എന്നിങ്ങനെ
മുരുക ഭഗവാൻ ശിവഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പൊ ഇത് കേൾക്കുന്നതോടുകൂടി അങ്ങനെ വിനയപൂർവ്വമുള്ള തന്റെ പുത്രന്റെ വചനങ്ങൾ കേൾക്കുന്നതോടുകൂടി ശിവഭഗവാൻ പറയുകയാണ്, കുമാരദേവ, നീ കാരാഗൃഹത്തിലാക്കിയിരിക്കുന്ന ബ്രഹ്മനെ മോചിപ്പിക്കണം എന്നുള്ള വിചാരവുമായാണ് നാം വന്നിരിക്കുന്നത്. പെട്ടെന്ന് ബ്രഹ്മമോചനം അനുവദിച്ചാലും. അപ്പോൾ നീ കാരാഗൃഹത്തിൽ അടച്ചിരിക്കുന്ന ആ ബ്രഹ്മദേവനെ നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മോചിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യപ്രകാരമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ ആ ബ്രഹ്മദേവനെ ഈ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് പറയുകയാണ്. അതിന് സമ്മതമല്ലേ എന്നുള്ള ഭാവത്തിൽ ശ്രീ സ്കന്ദദേവൻ തന്റെ ശിരസിളക്കി. എന്നിട്ട് പറഞ്ഞു, അപ്പം അത് സമ്മതമല്ല എന്നുള്ള രീതിയിൽ സ്കന്ദ ഭഗവാൻ ഇങ്ങനെ ശിരസിളക്കുകയാണ്. എന്നിട്ട് സ്കന്ദ ഭഗവാൻ പറയുകയാണ്, പിതാവേ, പ്രണവമന്ത്രം എന്തെന്ന് അറിയാത്തവൻ ലോക സൃഷ്ടി നടത്തുന്നത് അപഹാസ്യമല്ലേ? വേദവാക്യങ്ങൾക്ക് ആദ്യ പൊരുളായി അരുളുന്ന ഓം എന്ന മന്ത്രാർത്ഥം പോലും ഗ്രഹിക്കാത്തവൻ പരമ്പൊരുളായ സച്ചിദാനന്ദമൂർത്തിയെ പൂജിക്കുക എന്നത് നിന്ദിക്കുന്നതിന് തുല്യമല്ലേ? അറിവും പാണ്ഡിത്യവും ഇല്ലാത്ത ബ്രഹ്മനെ സൃഷ്ടാവായി നിയോഗിച്ച അവിടുത്തെ ലീലകൾ വിചിത്രം തന്നെ. അഹമെന്ന ഭാവം വിട്ടകലാത്ത ബ്രഹ്മനെ മോചിപ്പിക്കുന്നത് അഹിതമാണ് പിതാവേ. ഇത് കേട്ടതോടെ ഭഗവാന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. അദ്ദേഹം ഗൗരവഭാവത്തോടെ സ്കന്ദദേവനോട് തന്റെ ആവശ്യം ആവർത്തിച്ച് ഉന്നയിച്ചു. അതോടെ സ്കന്ദദേവൻ അയഞ്ഞു. ബ്രഹ്മദേവനെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാൻ ശ്രീ സ്കന്ദദേവൻ ഭൂതഗണങ്ങളോട് കൽപ്പിച്ചു. അതനുസരിച്ച് ഭൂതഗണങ്ങൾ ബ്രഹ്മദേവനെ മോചിപ്പിച്ചു കൊണ്ടുവന്ന് സന്നിധിയിൽ നിർത്തി. അപ്പോ വീണ്ടും ഇവിടെ സ്കന്ദ ഭഗവാൻ പറയുകയാണ്, ഓംകാരം എന്നുള്ള ആ ഒരു വാക്കിന്റെ അത് അത്രയും മഹത്വമുള്ള വചനമാണ് ഓംകാരം എന്ന് പറയുന്നത്. ആ ഒരു ഓംകാരത്തിന്റെ അർത്ഥം പോലും ഗ്രഹിക്കാൻ അറിയാത്ത, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം പോലും അറിയാത്ത ഒരാളാണോ ഈ എന്താ പറയുന്നത്, ഈ ലോക സൃഷ്ടി നടത്തുന്നത് അപഹാസ്യമായിട്ടുള്ള കാര്യമല്ലേ? ഒരു ഓംകാരത്തിന്റെ അർത്ഥം അറിയാത്ത ആൾ എങ്ങനെയാണ് ലോക സൃഷ്ടി നടത്തുന്നത് എന്ന് ഒരു വാക്കാണ് ആ സമയത്ത് മുരുക ഭഗവാൻ ചോദിക്കുന്നത്. എന്നിട്ട് മുരുക ഭഗവാൻ സമ്മതിക്കുന്നതേ ഇല്ല. പക്ഷെ അവസാനം ശിവഭഗവാൻ എന്ത് ചെയ്യുകയാണ്? തന്റെ ഭൂതഗണങ്ങളെ അയക്കുകയാണ്. ഭൂതഗണങ്ങളെ അയച്ചിട്ട് തടവറയിൽ നിന്ന് ബ്രഹ്മദേവനെ മോചിപ്പിച്ചു കൊണ്ടുവന്ന് അവിടേക്ക് നിർത്തുകയാണ്. ബ്രഹ്മദേവന്റെ കരം ഗ്രഹിച്ച് സർവേശ്വര സന്നിധിയിൽ നിർത്തിയ ശ്രീ സ്കന്ദദേവൻ പിതൃവചനം നിറവേറ്റി. ക്ഷീണിതനായ ബ്രഹ്മദേവൻ ശ്രീ പരമേശ്വര പാദങ്ങൾ വന്ദിച്ച് തന്റെ അജ്ഞതയെക്കുറിച്ച് ഓർത്ത് ലജ്ജിത്തിൽ തലയും കുനിച്ചു നിന്നു. ദുഃഖിതനായി നിൽക്കുന്ന ബ്രഹ്മാവിനോട് സർവേശ്വരന് അനുകമ്പ തോന്നി. ഈശ്വരൻ ബ്രഹ്മാവിനെ സമാധാനിപ്പിച്ചു. ബ്രഹ്മദേവ, ദീർഘകാലം കാരാഗൃഹവാസം ചെയ്തതിനാൽ താങ്കൾ ക്ഷീണിതനായിരിക്കുന്നു. ദുഃഖം വെടിഞ്ഞാലും പശ്ചാത്താപം തന്നെ പ്രായച്ചിത്തം. കരുണാർദ്രമായ മഹാദേവ വചനങ്ങൾ ബ്രഹ്മദേവന് ആശ്വാസമരുളി. അദ്ദേഹം സവിനയം ഇപ്രകാരം ഉണർത്തിച്ചു, കരുണാവാരിതെ, അവിടുത്തെ കുമാരനായ സ്കന്ദദേവൻ അടിയനു നൽകിയത് കാരാഗൃഹവാസമല്ല, പർണാശ്രമവാസമാണ്. തിരുക്കുമാര പാദസ്പർശന ഭാഗ്യം സിദ്ധിച്ച അടിയൻ പരമപുണ്യവാനായി തീർന്നു. ഹൃദയത്തിൽ നിന്ന് അഹങ്കാരം നീങ്ങി ഹൃദയശുദ്ധി പ്രാപിക്കുന്നതിന് അടിയനെ കനിഞ്ഞനുഗ്രഹിച്ച ശ്രീ സ്കന്ദദേവന് മുന്നിൽ അടിയൻ പ്രണമിക്കുന്നു. അപ്പം ആരാണ്? പരമേശ്വരൻ പറയുകയാണ്, അങ്ങ് കാരാഗൃഹത്തിൽ ഇട്ടതിന് ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുകയാണ്. അങ്ങ് കാരാഗൃഹത്തിൽ കിടന്ന് വളരെയധികം ക്ഷീണിതനായിട്ടുണ്ടല്ലോ, അങ്ങ് വിശ്രമിച്ചാലും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ആ സമയത്ത് ബ്രഹ്മദേവൻ പറയുകയാണ്, ഞാൻ എന്താണ് കരുണാവാരിതെ, അവിടുത്തെ കുമാരനായ സ്കന്ദദേവൻ അടിയന് നൽകിയത് കാരാഗൃഹവാസമല്ല. അപ്പോ സ്കന്ദദേവൻ അടിയന് നൽകിയത് കാരാഗൃഹവാസമല്ല, മറിച്ച് പർണാശ്രമവാസമാണ്. തിരുക്കുമാര പാദസ്പർശനം, അതായത് തിരുക്കുമാരന്റെ, അതായത് ആ മുരുക ഭഗവാന്റെ പാദസ്പർശനം സിദ്ധിച്ച അടിയൻ പരമപുണ്യവാനായി തീർന്നിരിക്കുകയാണ്. ഹൃദയത്തിൽ നിന്ന് സകല വിധത്തിലുള്ള അഹങ്കാരങ്ങളും നീങ്ങി ഹൃദയശുദ്ധി പ്രാപിക്കുന്നതിന് അടിയനെ കനിഞ്ഞനുഗ്രഹിച്ച ശ്രീ സ്കന്ദദേവന് മുമ്പിലും അടിയൻ പ്രണമിക്കുകയാണ് എന്ന് പറയുകയാണ്. സ്കന്ദദേവ മഹിമകൾ ഉണർന്ന ബ്രഹ്മദേവന് ശിവനും സ്കന്ദനും ഒന്നെന്നുള്ള തത്വം ബോധ്യമായി. അപ്പം ആ സ്കന്ദദേവന്റെ മഹിമ ഉണർന്ന ആ ബ്രഹ്മദേവന് മനസ്സിലായി ശിവഭഗവാനും സ്കന്ദദേവനും ഒന്നാണെന്നും അവർക്ക് രണ്ടുപേർക്കും ഒരേ ശക്തിയാണെന്നുള്ള കാര്യം ആ സമയത്ത് ബ്രഹ്മദേവന് ഉണരുകയാണ്, മനസ്സിലാവുകയാണ്.
തുടർന്ന് ബ്രഹ്മദേവനെ യാത്രയാക്കിയ ശേഷം ജ്ഞാന സൗന്ദര്യ പ്രകാശത്തിടമ്പായ ബാലകുമാരനെ മടിയിലിരുത്തി ആശ്ലേഷിച്ച പരമപിതാവ് പുത്രനോട് ചോദിച്ചു. അതിനുശേഷം ബ്രഹ്മദേവനെ അയക്കുകയാണ്, ബ്രഹ്മലോകത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അതിനുശേഷം തൻ്റെ സുന്ദരനായിട്ടുള്ള പ്രകാശത്തിടമ്പായ ബാലമുരുകനെ മടിയിലിരുത്തി ആശ്ലേഷിച്ചതിന് ശേഷം ശിവഭഗവാൻ മുരുകഭഗവാനോട് ചോദിക്കുകയാണ്, കുമാര, ബ്രഹ്മദേവന് പോലും അറിയുവാൻ കഴിയാത്ത പ്രണവാർത്ഥം നീ അറിയുന്നോ? എങ്കിൽ പറയൂ. എന്നിട്ട് പറയുകയാണ്, കുമാര, ബ്രഹ്മദേവന് പോലും അറിയുവാൻ കഴിയാത്ത പ്രണവാർത്ഥം നീ അറിയുന്നോ? നീ അറിയുന്നുവെങ്കിൽ അതൊന്ന് പറയുകയാണ്. സ്കന്ദദേവൻ പ്രതിവചിച്ചു, പിതാവേ, സർവലോക മാതാവായ ശ്രീ മഹേശ്വരി ദേവിക്ക് പരമരഹസ്യമായി അവിടുന്ന് ഉപദേശിച്ച പ്രണവമന്ത്രം പാവനവും പവിത്രവുമാണ്. പരസ്യമായി അത് ഉപദേശിക്കുന്നത് ഉചിതമല്ല. കാലവും സ്ഥലവും അറിഞ്ഞ് അടിയനത് അങ്ങേക്ക് മുമ്പിൽ കഥിക്കാം. അപ്പോൾ പരമശിവനോട് ആര് പറയുകയാണ്? സ്കന്ദ ഭഗവാൻ പറയുകയാണ്, ഇത് കാലോചിതമായിട്ട് പറയുന്നത്, അതായത് അതിന് സമയവും കാലവും ഒക്കെ ഉണ്ട്. അത്രയും പരമരഹസ്യമാണ് ആ ഓംകാരത്തിന്റെ പൊരുളെന്ന് പറയുന്ന അർത്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉപദേശിക്കാൻ ഇത് ഉചിതമായിട്ടുള്ള സമയമല്ല. അതുകൊണ്ട് കാലവും സ്ഥലവും ഒക്കെ അറിഞ്ഞതിന് ശേഷം അടിയനത് അങ്ങേക്ക് മുമ്പിൽ കഥിക്കാം, പറഞ്ഞു തരാം എന്നിങ്ങനെ പറയുകയാണ്. ലോകഗുരുവായ ശ്രീ പരമേശ്വരൻ ഉപദേശം ഗ്രഹിക്കുന്ന ശിഷ്യനാകണമെന്ന ആഗ്രഹം ഉദിച്ചു. എളിമയെ പ്രേമിക്കുന്നവനാണല്ലോ ശ്രീ കൈലാസനാഥൻ. രത്നസിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്ന ശ്രീ പരമേശ്വരൻ കരങ്ങൾ കൂപ്പി ശിരസ് കുനിച്ച് തന്റെ കർണം ശ്രീ സ്കന്ദദേവ വദനത്തിനരികിലായി ചേർത്ത് വെച്ച് ഭവ്യതയോടെ നിന്നു. ഗുരുനാഥന്മാരോട് ശിഷ്യന്മാർ എപ്രകാരം പെരുമാറണമെന്നുള്ള ധർമ്മം ലോകത്തെ ധരിപ്പിക്കുന്നതിനായി ശ്രീ പരമേശ്വരൻ തന്റെ പുത്രനായ ശ്രീ സ്കന്ദദേവന്റെ സന്നിധിയിൽ ഉപദേശം തേടുന്നതിനായി പഞ്ചപുച്ഛങ്ങളും അടക്കി തൊഴുതു നിന്നു. പേരാൽ വൃക്ഷച്ചുവട്ടിൽ ചിന്മുദ്രാധാരിയായി മൗനനിഷ്ഠ അവലംബിച്ച് സനകാദി മഹർഷിമാർക്ക് ശിവപാദയോഗ സിദ്ധാന്തം അരുളി ചെയ്ത ഗുരുവായ ശ്രീ പരമേശ്വരന് ഗുരുവായി വിളങ്ങിയ ശ്രീ സ്കന്ദദേവൻ അകാരം മുതൽ 51 അക്ഷരങ്ങളുടെ അർത്ഥങ്ങളും അന്വയാർത്ഥങ്ങളും അരുളി ചെയ്ത് ഓംകാര മന്ത്രാർത്ഥവും സരളമായി ഉപദേശിച്ചു. അങ്ങനെ ഇത്രയും പൊരുളുകൾ അറിയാവുന്ന എങ്ങനെയാണ് ശിവപാദയോഗ സിദ്ധാന്തം അരുളി ചെയ്ത ഗുരുവായ ശ്രീ പരമേശ്വരന് ഗുരുവായി വിളങ്ങിയ ശ്രീ സ്കന്ദദേവൻ അകാരം മുതൽ എന്ന് പറയുന്ന അകാരം മുതൽ 51 അക്ഷരങ്ങളുടെ അർത്ഥങ്ങളും 51 അക്ഷരങ്ങളുടെ അർത്ഥങ്ങളും അന്യാർത്ഥങ്ങളും അരുളി ചെയ്ത് ഓംകാര മന്ത്രാർത്ഥവും സരളമായി ഉപദേശിക്കുകയാണ്. ഈ 51 അക്ഷരം എന്ന് പറയുന്നതും ഓരോ അക്ഷര ദേവതകളാണെന്നാണ് പറയുന്നത്. നമ്മൾ ആ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ 51 ദേവിമാരുടെ ആ അക്ഷരങ്ങളുണ്ട്. അതിൽ ഓരോ അക്ഷരത്തിൽ ഓരോ ദേവിമാരുണ്ട്. ആയിൽ തുടങ്ങുന്ന ദേവിയുണ്ട്, ഈയിൽ തുടങ്ങുന്നുണ്ട്, ഇളാദേവി, അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും. ഓരോ അക്ഷരങ്ങളിലും ഇരിക്കുന്ന ഓരോ ദേവതമാരുടെ നാമങ്ങളാണ്, ഓരോ ദേവതമാർക്കുള്ള നാമങ്ങളാണ്. മനസ്സിലായോ? പാ വരുമ്പോൾ അത് പാർവതി ദേവി, ഭ വരുമ്പോൾ ഭദ്രകാളി, അങ്ങനെ ഈ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ദേവതകളുണ്ട്, ഓരോ ദേവിമാരുടെ പേരുണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള തൊട്ട് അകാരം മുതൽ 51 അക്ഷരങ്ങളുടെ അർത്ഥങ്ങളും അന്വയാർത്ഥങ്ങളും മുരുക ഭഗവാൻ അരുളി ചെയ്യുകയാണ്. അതിനുശേഷം ഓംകാര മന്ത്രാർത്ഥവും ഓംകാരത്തിന്റെ മന്ത്രത്തിന്റെ അർത്ഥവും വളരെ സരളമായിട്ട് തന്നെ മുരുക ഭഗവാൻ ശിവഭഗവാന് ഉപദേശിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. പ്രണവാർത്ഥം എന്നാൽ എന്താണ്? പ്ര എന്നാൽ സവിശേഷമായത്, നവം എന്നാൽ പുതിയതെന്നർത്ഥം. ആലോചനയിൽ കൂടി അനുഭവിക്കും തോറും പുതിയ പുതിയ വിശേഷാർത്ഥങ്ങൾ ഉണരുവാൻ സാധിക്കുന്നതാണ് പ്രണവം അല്ലെങ്കിൽ പ്രണവം. കാലപ്രവാഹത്തിൽ തേഞ്ഞുമാഞ്ഞു പോകാതെ എന്നും എപ്പോഴും പുതിയതായി നിലനിൽക്കുന്ന ആത്മതത്വമാണ് പ്രണവം. ലോകം മായാലോകം എന്നാണല്ലോ അറിയപ്പെടുന്നത്. മാ എന്നാൽ ഒടുക്കം, അവസാനം. യാ എന്നാൽ ആരംഭം, ജനനം. ആരംഭവും അവസാനവും ഉള്ളത് ലോകം അല്ലെങ്കിൽ ജീവിതം. ലോകം എവിടെ ഏതിൽ ജനിക്കുന്നു അവിടെ അതിൽ അവസാനിക്കുകയും ചെയ്യുന്നു. ലോകവും ജീവരാശികളും മായയിൽ കൂടി അവതരിച്ച് ആ മായയിൽ തന്നെ അവസാനിക്കുന്നു. ലോകവും ജീവജാലങ്ങളും ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ച് ആ ബ്രഹ്മത്തിൽ തന്നെ അവസാനിക്കുന്നു. അപ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് ഒരു മായാലോകമാണ്. ഇത് ഏത് നിമിഷം വേണമെങ്കിലും അവസാനിക്കാവുന്ന ഒരു ലോകമാണ് അല്ലേ. അപ്പൊ ഇതിന് ആരംഭമുണ്ട്, ഇതിന് ഒടുക്കമുണ്ട്. അവസാനം ഈ മായാലോകം എങ്ങോട്ടാണ് പോകുന്നത്? ആ മായയിൽ തന്നെയാണ് പോയി
ആത്മാവിൽ ലയിക്കുന്ന. അതുപോലെ ഈ ബ്രഹ്മം എങ്ങോട്ടാണ് പോകുന്നത്? ഈ ബ്രഹ്മവും ആ ബ്രഹ്മത്തിൽ, ആ പരബ്രഹ്മത്തിൽ തന്നെയാണ് പോയി അവസാനിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്ന തത്വം എന്ന് പറയുന്നത്. സകല ആത്മാവുകളും അണുക്കളായി മൂലപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഈ സകല ആത്മാക്കളും, മരണശേഷിയുള്ള സകല ആത്മാക്കളും എന്താണ്? അണുക്കളായി മൂലപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുകയാണ്. മൂലപ്രകൃതിയിൽ കുടികൊള്ളുന്ന ആത്മാവിന് മോചനം നൽകുന്ന കരുണാമയനായ പരമാത്മാവ് രൂപം പ്രാപിക്കുന്നതിന് ശരീരവും തിരിച്ചറിയുന്നതിന് ബുദ്ധിയും വസിക്കുന്നതിന് ലോകവും നൽകി അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഈ എന്താണ്? മൂലപ്രകൃതിയിൽ കുടികൊള്ളുന്ന ആത്മാവിന് മോചനം നൽകുന്ന ആരാണ്? ആ കരുണാമയനായിട്ടുള്ള പരമാത്മാവാണ്. രൂപം പ്രാപിക്കുന്നതിന് ശരീരവും, നമുക്കൊരു രൂപം പ്രാപിക്കുന്നതിനുള്ള ശരീരവും അതുപോലെ തിരിച്ചറിയുന്നതിനുള്ള ബുദ്ധിയും വസിക്കുന്നതിനുള്ള ലോകവും നൽകി, വസിക്കുന്നതിന് നമുക്ക് ഏത് ലോകമാണോ ആ ഒരു ലോകവും നൽകി നമുക്ക് ലോകവും നൽകി അനുഗ്രഹിക്കുന്നത് തനു, കരുണം, ഭുവനം, ഭോഗം, ശരീരം, അത് പ്രാവർത്തികമാക്കുന്നതിനുള്ള അവയവങ്ങൾ, ലോകം, സുഖം ഇവയെ പ്രദാനം ചെയ്യുന്നതും ആ പരബ്രഹ്മമാണ്, ആ ശിവഭഗവാനാണ്, ആ ഭഗവാനാണ്. മനസ്സിലായോ? ആ പരമാത്മാവാണ് നമ്മൾ പറയുന്ന ശ്രീകൃഷ്ണനും ശിവനും എന്നൊക്കെ പറയുന്ന ആ പരമാത്മാവാണ് നമുക്ക് ഇതെല്ലാം തന്നിരിക്കുന്നത്. അവയവങ്ങൾ, ലോകം, സുഖം ഇവയെ പ്രദാനം ചെയ്യുന്നു. ഈശ്വരന്റെ പ്രകാരമുള്ള കാരുണ്യത്തെയാണ് പരാശക്തി എന്ന് വിവക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഈശ്വരന്റെ ഇപ്രകാരമുള്ള കാരുണ്യത്തിനെയാണ് പരാശക്തി അല്ലെങ്കിൽ ദേവി, ആദി പരാശക്തി എന്നൊക്കെ നമ്മൾ വിവക്ഷിക്കുന്നത്. പരാശക്തി ഒരു പ്രവാഹമാണ്. പരാശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മഹാപ്രവാഹമാണ്. അതിന്റെ 1000-ൽ 1 ഭാഗമായി ആദിശക്തിയും, ആദിശക്തിയുടെ 1000-ൽ 1 ഭാഗമായി ജ്ഞാനശക്തിയും, ജ്ഞാനശക്തിയുടെ 1000-ൽ 1 ഭാഗമായി ക്രിയാശക്തിയും പിരിഞ്ഞു. അപ്പോൾ ആ ആദി പരാശക്തിയിൽ നിന്നിട്ടുള്ള അതിന്റെ 1000-ൽ 1 ഭാഗമായിട്ടാണ് ആദിശക്തിയും, ആ ആദിശക്തിയുടെ 1000-ൽ 1 ഭാഗമായിട്ടാണ് ജ്ഞാനശക്തിയും, ആ ജ്ഞാനശക്തിയുടെ 1000-ൽ 1 ഭാഗമായിട്ടാണ് ക്രിയാശക്തിയും ഇങ്ങനെ പിരിഞ്ഞത്. ഈ ക്രിയാശക്തിയാണ് ലോകത്തെ നയിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ ക്രിയാശക്തിയാണ് നമ്മുടെ ഈ ലോകത്തെ നയിക്കുന്നത്. ക്രിയാശക്തിയുടെ 1000-ൽ 1 ഭാഗമായി ഇച്ഛാശക്തി പിരിഞ്ഞു. അപ്പൊ ഈ ക്രിയാശക്തിയുടെ 1000-ൽ 1 ഭാഗമായിട്ടാണ് എന്ത് പിരിയുന്നത്? ഇച്ഛാശക്തി പിരിയുന്നത്. ഇച്ഛാശക്തി എന്ന വെള്ളച്ചാട്ടം ബിന്ദു എന്ന ചക്രത്തിൽ പതിച്ച് നാദമുദിച്ചു. അപ്പം ഈ ഇച്ഛാശക്തി എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ് ബിന്ദു എന്നൊരു ചക്രത്തിൽ പതിച്ചതിന് ശേഷം നാദം, ഈ പറയുന്ന നമ്മുടെ സംസാരം, നാദം, ശബ്ദം ഇതെല്ലാം ഉത്ഭവിച്ചത്. ഈ നാദത്തിൽ നിന്നാണ് ഓംകാര ശക്തി രൂപമെടുത്തത്. അപ്പൊ അങ്ങനെയുള്ള ഈ നാദത്തിൽ നിന്നാണ് എന്ത് ശബ്ദം എടുത്തത്? ഓം 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 എന്ന് പറയുന്ന ഈ ഓംകാര ശബ്ദം രൂപമെടുത്തത്. പരാശക്തി മുതൽ ഓംകാര ശക്തി വരെ 6 ശക്തികളാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആ പരാശക്തി മുതൽ ഓംകാര ശക്തി വരെ 6 ശക്തികളാണ് ഉള്ളത്. ഇവ 6ഉം തിരുമുഖമായിട്ടുള്ളവനാണ് ആറുമുഖൻ. അപ്പം ഈ 6ഉം ചേർന്ന് തിരുമുഖങ്ങളായിട്ടുള്ളതാണ് ഭഗവാനാണ് ആറുമുഖൻ എന്ന് പറയുന്നത്. അതാണ് സ്കന്ദ ഭഗവാൻ എന്ന് പറയുന്നത്, മുരുക ഭഗവാൻ എന്ന് പറയുന്നത്. ശ്രീ മുരുകദേവൻ ഓംകാരനാഥത്തിന്റെ ഉൾപ്പൊരുളാണ്. പരമ്പൊരുളായ ശ്രീ സ്കന്ദദേവനെ ഗുരുവായി സ്വീകരിച്ച് ഉപദേശം നേടിയ ശ്രീ പരമേശ്വരൻ എത്ര ഉന്നതന്മാരായിരുന്നാലും ഗുരുനാഥന്മാരില്ലാത്തവർ ശ്രേഷ്ഠരല്ലെന്ന് തെളിയിക്കുകയായിരുന്നു. ഇപ്രകാരം സ്വാമിയായ ശ്രീ പരമേശ്വരന് നാഥനായി ശ്രീ മുരുകദേവൻ സ്വാമിനാഥനായി ഭവിച്ചു. അപ്പം അങ്ങനെയുള്ള ആ ശ്രീ മുരുകൻ ഓംകാരനാഥത്തിന്റെ ഉൾപ്പൊരുളാണ്. അങ്ങനെയുള്ള ആ പരമ്പൊരുളായ ശ്രീ സ്കന്ദദേവനെ ഗുരുവായി സ്വീകരിച്ച് ഉപദേശം നേടിയ ശ്രീ പരമേശ്വരൻ എത്ര ഉന്നതന്മാരായിരുന്നാലും ഗുരുനാഥന്മാരില്ലാത്തവർ ശ്രേഷ്ഠന്മാരല്ലെന്ന് തെളിയിക്കുകയായിരുന്നു. അപ്പം ആ മുരുക ഭഗവാന്റെ ആ ഗുരുത്വത്തെ കുറിച്ച്, ആ ഗുരു എന്നുള്ള ആ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ശ്രേഷ്ഠത ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു തെളിവാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇപ്രകാരം സ്വാമിയായ ശ്രീ പരമേശ്വരന് നാഥനായി ശ്രീ മുരുകദേവൻ സ്വാമിനാഥനായി ഭവിച്ചു. അങ്ങനെ അതുകൊണ്ടാണ് അതായത് ശ്രീ പരമേശ്വരന് തന്നെ ആ തത്വം ഓംകാര പൊരുള് ഉപദേശിച്ചു കൊടുത്തത് കൊണ്ടാണ് മുരുക ഭഗവാന് എങ്ങനെ ഒരു നാമം സിദ്ധിച്ചത്? സ്വാമിനാഥൻ എന്നുള്ള ഒരു നാമം സിദ്ധിക്കുന്നത്.
മഹാദേവൻ ശ്രീ സ്കന്ദദേവനിൽ നിന്നും ഉപദേശം സ്വീകരിച്ചു എന്നറിഞ്ഞ അഗസ്ത്യ മഹർഷി പ്രണവാർദ്ധ മന്ത്രം അറിയുന്നതിനായി സ്കന്ദ സ്ഥലത്ത് വന്നു ചേർന്നു. അപ്പം മഹാദേവൻ ശ്രീ സ്കന്ദദേവനിൽ നിന്നും ഉപദേശം സ്വീകരിച്ചു എന്നറിഞ്ഞ അഗസ്ത്യ മഹർഷി എന്ത് ചെയ്യുകയാണ്? അഗസ്ത്യ മഹർഷിയാണ് പിന്നീട് നമുക്ക് അതിനുശേഷമുള്ള തലമുറകൾക്ക് എല്ലാവർക്കും, പാരമ്പര്യത്തിലുള്ളവർക്കും തലമുറകൾക്കുള്ള എല്ലാവർക്കും ഈ ഓംകാരത്തിന്റെ പ്രണവത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അഗസ്ത്യ മഹർഷി ആ പ്രണവത്തിന്റെ അർത്ഥം അറിയാൻ വേണ്ടിയിട്ട് സ്കന്ദ ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ്. കാമമോഹാദികളാൽ ഉഴലുന്ന തനിക്ക് പ്രണവാർത്ഥം ഉപദേശിച്ചു തരണമെന്ന് അദ്ദേഹം ഭഗവാനോട് അപേക്ഷിച്ചു. മഹർഷിയുടെ അപേക്ഷ കൈക്കൊണ്ട ശ്രീ മുരുകദേവൻ പ്രണവ മന്ത്രാർത്ഥവും വേദാഗമന ശാസ്ത്രവും ലോകമെങ്ങും അറിയിക്കുന്നതിനായി അഗസ്ത്യ മുനിക്ക് ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ അഗസ്ത്യ മുനി പറയുകയാണ്, കാമമോഹാദികളാൽ ഉഴലുന്ന എനിക്കും ഈ പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം അങ്ങ് ഉപദേശിച്ചു തന്നാലും അതിനെക്കുറിച്ച് അറിയണമെന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാ ലോകങ്ങളിലേക്കും പിന്നീടുള്ള തലമുറകളിലേക്കും ആ ഓംകാരത്തിന്റെ അർത്ഥം എത്തിക്കുവാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുകയാണ്? സ്കന്ദ ഭഗവാൻ അഗസ്ത്യ മഹർഷിക്ക് ആ ഓംകാരത്തിന്റെ അർത്ഥം, ആ ഓംകാരത്തിന്റെ പൊരുള് പറഞ്ഞു കൊടുക്കുകയാണ്. ഹരഹരോ ഹരഹര ഹരഹര മഹാദേവ ഹരഹരോ ഹരഹര സർവം ശ്രീ സ്കന്ദായ നമഃ. സർവം ശ്രീ സ്കന്ദാർപ്പണമസ്തു. ഹരഹരോ ഹരഹര മുരുക ഹരഹരോ ഹരഹര. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് യുദ്ധസന്നാഹം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണനാമം, ഹരേ കൃഷ്ണനാമം നമ്മൾ എല്ലാവരും പറയുന്ന നാമമാണ്. കലികാലത്തിൽ നമുക്ക് രക്ഷയുണ്ടാകുന്ന നാമമാണ് ഹരേ കൃഷ്ണനാമം എന്ന് പറയുന്നത്. അപ്പം പണ്ടുള്ള നമ്മുടെ അമ്മമ്മമാരെല്ലാവരും പറയുന്ന ആദ്യമേ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഇങ്ങനെയാണ് പറഞ്ഞു തരാറുള്ളത്. ഇപ്പൊ തിരിച്ചും പറയുന്നവരുണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇങ്ങനെ പറയുന്നതിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഹരേ രാമ പറഞ്ഞിട്ട് നമ്മൾ കൃഷ്ണ പറയുമ്പോൾ രാമനിൽ നിന്ന് കൃഷ്ണനിലേക്ക് പോകുന്നു എന്നും, ഹരേ കൃഷ്ണ പറഞ്ഞിട്ട് രാമ പറയുമ്പോൾ കൃഷ്ണനിൽ നിന്ന് രാമനിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് അറിയാവുന്ന ഒരു ഇതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ രാമനായിട്ട്, ആത്മാരാമനായിട്ടിരുന്നിട്ട് അവസാനം നമ്മൾ കൃഷ്ണന്റെ ലോകത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഗോലോകത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇനി ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ 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 ഹരേ ഹരേ. അതായത് നമ്മൾ കൃഷ്ണനായിട്ടിരുന്നിട്ട് കൃഷ്ണൻ നമ്മുടെ അല്ലെങ്കിൽ കൃഷ്ണന്റെ ലോകത്ത് പോയതിനു ശേഷം രാമന്റെ ലോകത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ കൃഷ്ണനായിട്ട് നമ്മൾ ഇരുന്നിട്ട് എന്താണ് നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുന്നതാണല്ലോ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ തെറ്റുകൾ ക്ഷമിച്ചതിന് ശേഷം രാമസന്നിധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇനി കൃഷ്ണസന്നിധിയിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ നാം എവിടെയാണ്? കൃഷ്ണസന്നിധിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഒന്നെങ്കിൽ വൃന്ദാവനത്തിലേക്കായിരിക്കും അല്ലേ, കൃഷ്ണൻ അവിടെയാണല്ലേ ഉള്ളത്. ഗോലോക വൃന്ദാവനത്തിൽ തന്നെ ഭഗവാന് തന്നെ ഒരുപാട് ധാമങ്ങളുണ്ട്. ആ ധാമത്തില് പ്രധാനപ്പെട്ട സ്ഥലമാണ് വൃന്ദാവനം എന്ന് പറയുന്നത്. വൃന്ദാവനത്തിലാണ് ഗോപീഭാവത്തില് ഗോപികമാര്, ഭഗവാൻ, രാധാറാണി ഒക്കെയുള്ള ഒരു ഇതാണ് ആ ഗോലോക വൃന്ദാവനം എന്ന് പറയുന്നത്. പിന്നെ ഉണ്ണിക്കണ്ണനായിട്ടിരിക്കുന്ന ഒരു ഗോലോകമുണ്ട്, അത് ഗോകുലമാണ്. പിന്നീട് വരുന്നത് വെച്ചാൽ ദ്വാരകാധീശനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കുന്ന ഇതുണ്ട്, രാജാവായിട്ടിരിക്കുന്ന അത്രയും പത്നിമാരുടെ 16,008 പത്നിമാര്, നരകാസുരനിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ച ആ 16,008 പത്നിമാരും അതിൽ 8 പേരാണ് പ്രധാന പത്നിമാര്. അങ്ങനെ ഇരിക്കുന്ന ഭാവമുണ്ട്. പിന്നെ അർജുനൻ, ദ്രൗപദി, ഇവരെല്ലാരും വരുന്നുണ്ട്. അതൊരു ഇതാണ്, അതിൽ ആ ദ്വാരകയുടെ ഒരു ഭാഗമായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ അത്രയും കുറെ ഇതായിട്ടുള്ള, പിന്നെ ഗുരുക്കന്മാർ വരുന്ന സ്ഥലം, അങ്ങനെയുള്ള ഇതുണ്ട്. അതിൽ തന്നെ ഒരുപാട് ഇതെല്ലാം വരുന്നതെന്ന് വെച്ചാൽ വൈകുണ്ഠത്തിന്റെ മുകളിലാണെന്നാണ് പറയുന്നത്. അപ്പൊ അത് ആണ് ഭഗവാന്റെ ലോകം എന്ന് പറയുന്നത്. നമ്മൾ നാരായണ 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 പറയുകയാണെങ്കിൽ നമുക്ക് വൈകുണ്ഠ ലോകങ്ങളിലേക്കാണ് പോകണം. ഈ ഹരേ കൃഷ്ണ പറയുന്നവരും അവരുടെ ഇതനുസരിച്ച് അവർക്ക് ചിലപ്പോൾ വൈകുണ്ഠം വരെ പോകാനേ ഉള്ള ഒരു ഇത് കാണുള്ളെങ്കിൽ അവർ വൈകുണ്ഠത്തിലേക്കായിരിക്കും എത്തുന്നത്. ഇനി രാമന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് രാമനെയും സീതയും പോലെ ആവാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. അപ്പൊ അവിടെ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നിൽക്കേണ്ടി വരുന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ അതായത് രാമന്റെ സന്തത സഹചാരികളായിട്ടുള്ളവരുണ്ട്, രാജാക്കന്മാർ, അമ്മ അച്ഛൻ എല്ലാവരും കുടുംബങ്ങളുണ്ട്.
അതോടൊപ്പം പ്രജകളുണ്ട്, പിന്നീട് വാനരന്മാരെ ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അതാണ് രാമലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിൽ ഈ മൂന്ന് ലോകങ്ങളുണ്ട്. അപ്പം അതിൽ കൈലാസം പിന്നെയുണ്ട്. അപ്പോൾ കൈലാസം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന വൈകുണ്ഠം വരുന്നത്. വൈകുണ്ഠത്തിന് മുകളിലാണ് ഈ രാമന്റെ ഇത് വരുന്നത്. അതിന് മുകളിലാണ് വൃന്ദാവനം ശ്രീകൃഷ്ണന്റെ ഇത് വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലേ, നമുക്ക് ഏത് ലോകത്തേക്ക് പോകണമെന്നുള്ളത് ഓരോരുത്തരുടെ ഓരോ ഇഷ്ടമാണ്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയില്ല, കൈലാസം തന്നെ കിട്ടിയാൽ ഭാഗ്യമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് വൈകുണ്ഠം കിട്ടിയാൽ അതിനേക്കാളിലും ഭാഗ്യമാണ് നമുക്ക്. അത് ഭഗവാനാണ് തീരുമാനിക്കുന്നത്. അതിന് മുകളിലോട്ട് പോകുമെന്നുള്ളത് അറിയില്ല. അതിന് മുകളിലോട്ട് പോകുന്ന കാര്യം സംശയമാണ്. കാരണം നമുക്കൊന്നും അത്രയും വലിയ ഭക്തരൊന്നും നമ്മൾ ആയിട്ടില്ല എന്നുള്ളതാണ്. ഉറപ്പായിട്ടും നമുക്ക് വൈകുണ്ഠ ലോകം വരെ പോകാൻ സാധിക്കുകയുള്ളൂ. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ പുണ്യങ്ങൾ അനുസരിച്ചായിരിക്കും നമുക്ക് വൃന്ദാവനത്തിലേക്കൊക്കെ പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് കഴിയുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മളൊരു വൃന്ദാവനത്തിലേക്ക് പോകണമെന്നുള്ള രീതിയിൽ നമ്മൾ ഭക്തി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്കൊരു വൈകുണ്ഠത്തിലെങ്കിലും എത്താൻ കഴിയും എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള നാമം പറയാം. അല്ലെങ്കിൽ രാധേ കൃഷ്ണ 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 രാധേ രാധേ, രാധേ ശ്യാം ശ്യാം രാധേ രാധേ എന്നുള്ള നാമം പറയാം. അതല്ലെങ്കിൽ ഓം നമോ നാരായണായ പറയാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഇപ്പോൾ രാധേ കൃഷ്ണ 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 രാധേ രാധേ, രാധേ ശ്യാം ശ്യാം രാധേ രാധേ. ഇതാണ് ഞാനിപ്പോൾ പറയുന്ന മന്ത്രം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ സ്വസ്തിക മാതാജി പറയുന്ന മന്ത്രം ഇതാണെന്നാണ് മാതാജി ഇടയ്ക്കുള്ള ഒരു ലൈവിൽ വന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ ദേവിമാരുടെ ഒരു ലോകമുണ്ട്. അത് രാധാറാണി ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. അത് വൈകുണ്ഠത്തിലും ഉണ്ട് ദേവിമാരുടെ ലോകം എന്ന് പറയുന്നത്, കൈലാസത്തിലും ഉണ്ട്. മനസ്സിലായോ? അപ്പം അങ്ങനെ വൈകുണ്ഠത്തിലുള്ള ത്രിപുര സുന്ദരി ദേവി അറിയാലോ, ആ ദേവിയാണ് നമ്മളെ ഭഗവാനിലേക്ക് നയിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലോകവും ഉണ്ട്, അങ്ങനെയുള്ള ലോകങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ലോകങ്ങളുണ്ട്. അപ്പം അത് എല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് ഏത് ലോകത്തേക്കാണ് പോകേണ്ടത്, നമുക്ക് വൈകുണ്ഠത്തിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഭഗവാനോട് ആ രീതിയിൽ പ്രാർത്ഥിക്കുക. നാരായണ നാമങ്ങൾ പറയുക. അതിനോടൊപ്പം ഹരേ കൃഷ്ണ അല്ലെങ്കിൽ ഹരേ രാമനാമങ്ങളും രാധേ കൃഷ്ണ നാമവും പറയുക. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഈ കലികാലത്തിൽ അത് മാത്രമേ ഉള്ളൂ നമുക്കൊരു രക്ഷ എന്ന് പറയുന്നത്. അത് മാത്രമേ നമുക്കൊരു രക്ഷയായിട്ടുള്ളൂ എന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ രാധാറാണിയെ സ്നേഹിക്കുക. രാധാറാണി അത്രയും മേഴ്സിഫുൾ ആണ്. ദേവി എന്ന് പറഞ്ഞ ആദിപരാശക്തിയാണ്. രാധാറാണിയിൽ നിന്നാണ് എല്ലാ ദേവിമാരും ഉണ്ടായിട്ടുള്ള. ഉമാദേവി, പാർവതി ദേവി, ഭദ്രദേവി, ദുർഗാദേവി, നമ്മൾ ഈ പറയുന്ന ദേവിമാരെല്ലാം ഈ പറയുന്ന രാധാറാണിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. രാധാറാണിയാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ. രാധയില്ലാതെ കൃഷ്ണൻ ഇല്ല. അതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്. ആ മായയും നമുക്ക് വേണം. നമ്മൾ ഒരു ഇത് പാട്ടിൽ കേട്ടില്ലേ, മായാ ദേവകിക്കു മകൻ പിറ. കാരണം മായാദേവകി ദേവകി ദേവിയും മായയാണ്. അപ്പം ആ മായ ഇല്ലാതെ ഭഗവാൻ ഇല്ല എന്നുള്ളതാണ്. ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് ഈ മായ. മനസ്സിലായോ? അപ്പൊ ആ ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദേവിയെ നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ദേവിയിലൂടെ തന്നെ നമുക്ക് എത്താൻ കഴിയുന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഭൗതിക കാര്യങ്ങൾ മാത്രം ചോദിക്കാതിരിക്കുക. നമുക്ക് ഭൗതിക കാര്യങ്ങളൊക്കെ ഒരുവിധം നടന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ഭൗതിക കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക. ചിലരുടെ എന്തെങ്കിലുമൊക്കെ കർമ്മഫലങ്ങൾ കൊണ്ടായിരിക്കാം ചിലർക്ക് ചിലപ്പോൾ വീട് കിട്ടാത്തത്, അല്ലെങ്കിൽ ചില വിവാഹം നടക്കാത്തത്. അതൊക്കെ ചിലപ്പോൾ അവരുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലങ്ങൾ കൊണ്ടായിരിക്കും. അതുകൊണ്ട് സമാധാനിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ തന്നെ പറയണ്ട, എൻ്റെ വീട്ടുകാർക്കും ചെറിയ വീടാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവർക്ക് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും, പക്ഷെ ഒന്നും നടക്കുന്നില്ല. എല്ലാം തടസ്സമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും, അത് നടക്കുന്നില്ല. കാരണം ചിലപ്പോൾ അത് അവരുടെ എന്തെങ്കിലും കഴിഞ്ഞ ജന്മത്തിൽ അവർക്ക് എന്തെങ്കിലും കർമാസ് കാണും. മനസ്സിലായോ? കർമ്മഫലം എന്തെങ്കിലും ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർക്ക് അത് നടക്കാത്തത്. മനസ്സിലായോ? അപ്പൊ അത് വിചാരിച്ച് നമ്മൾ സമാധാനപ്പെടുക എന്നുള്ളതാണ്. നമുക്ക് എന്ത് ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തുണ്ടെങ്കിലും അത് നമുക്ക് ദേവി തരുന്നതാണ്, ഭഗവാൻ തരുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, നമുക്ക് അവരെ പോലെ നടന്നില്ല, അല്ലെങ്കിൽ ഇതുപോലെ നടന്നില്ലല്ലോ എന്നോർത്ത് നമ്മൾ വിഷമിക്കാതിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കുക. നല്ല രീതിയിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കൂടുതലും നമ്മൾ ആ ഭൗതികതയിലേക്ക് പോവാതെ കുറെ ആത്മീയതയിലേക്ക് വരാൻ നോക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ?
നാരായണനെ പ്രാർത്ഥിക്കുക, നാരായണനെ നന്നായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനെയും ദേവിയെയും നന്നായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കാര്യങ്ങളെല്ലാം ഭഗവാൻ നടത്തിത്തരും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഭഗവാനെ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്, ആ ഗുരുവായൂരപ്പനെ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? മറ്റ് ദേവീദേവന്മാരെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മൾക്ക് ഗുരുവായൂരപ്പനെയും കൂടി പ്രാർത്ഥിക്കുന്ന കുറച്ചുകൂടി ഉത്തമമാണ്. അതുപോലെ നമുക്ക് ശിവഭഗവാനെ മുറുകെ പിടിക്കുക, ശിവഭഗവാനെയും പാർവതി ദേവിയും മുറുകെ പിടിക്കുക. ഉമാമഹേശ്വര നമ്മുടെ അച്ഛനും അമ്മയാണ് ഉമാമഹേശ്വരന്മാർ. ഒരിക്കലും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. നമ്മൾ എത്ര ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാലും, എത്ര വലിയ പൊസിഷനിൽ ചിലരായി കഴിഞ്ഞു കഴിഞ്ഞാലും വന്ന വഴി മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. സങ്കടകരമായിട്ടുള്ള കാര്യം ശരി, ഈ ഇടയ്ക്ക് തന്നെ ഒരു സംഭവം നിങ്ങൾക്കറിയാം. വർക്കലയിൽ ഒരു അമ്മയും അച്ഛനെയും ഒരു മകള് പുറത്താക്കി, കുറച്ച് പൈസ എത്രയോ ലക്ഷം രൂപ വാങ്ങിയിട്ട് പുറത്ത്. അതൊക്കെ എന്ത് നീച പ്രവൃത്തിയാണല്ലേ. അതെന്ന് പറയുന്നത് ബ്രഹ്മഹത്യാദി പാപം എന്നാണ് അതിന് പറയുന്നത്. കാരണം നമ്മളെ അത്രയും കുഞ്ഞുനാൾ മുതലേ വളർത്തി വലുതാക്കി, നമ്മളെ പഠിപ്പിച്ച്, നമുക്ക് ആഹാരം തന്ന് വസ്ത്രം തന്ന് നമ്മളെ നോക്കി വളർത്തിയെടുത്ത ആ അച്ഛനമ്മമാരെ വയസ്സുകാലത്ത് അവരിൽ നിന്നെല്ലാം പിടിച്ചു വാങ്ങിയിട്ട് അവരെ തെരുവിലേക്ക് ഇറക്കി വിടാന്ന് പറയുന്നത് അതിൽ പരം ഒരു പാപം വേറെയില്ല. അത്രയും വലിയ പാപമാണ്. അങ്ങനെയൊന്നും ആരും ചെയ്യാതിരിക്കുക, അത് ശരിയായിട്ടുള്ള കാര്യമല്ല. മനസ്സിലായോ? അതുപോലെ തന്നെ സൗന്ദര്യത്തിന്റെ പേരിൽ ഈ ഇടയ്ക്ക് തന്നെ അറിഞ്ഞല്ലോ നിങ്ങൾ, സൗന്ദര്യത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടി ഇതേപോലെ ആത്മഹത്യ ചെയ്തു. സൗന്ദര്യത്തിന്റെ പേരിൽ ആ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു. ആ കുട്ടീനെ എനിക്ക് കണ്ടിട്ട് എനിക്ക് ഒരു സൗന്ദര്യക്കുറവും തോന്നിയിട്ടില്ല, നല്ല സൗന്ദര്യമുള്ള കുട്ടിയായിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷെ ഇതൊക്കെ അവനൊക്കെ കണ്ണുപൊട്ടനാണോ എന്നുള്ളതാണ്. പിന്നെ ഇവൻ എന്തിനാണ് വിവാഹം കഴിച്ചതല്ലേ? അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് പല പെൺകുട്ടികളും ഈ കാലഘട്ടത്തിൽ വിവാഹം കഴിക്കാൻ തന്നെ മടിക്കുന്ന കാര്യതാണ്. ഇത് കാരണം നല്ല പയ്യന്മാർക്ക് പോലും പെൺകുട്ടികളെ കിട്ടാത്ത അവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാവും. ഓരോരുത്തർ ചില സംഭവങ്ങളൊക്കെ നടക്കുന്ന പറഞ്ഞാൽ ആരുടെയും കർമ്മഫലം കൊണ്ടൊന്നും ആയിരിക്കില്ല, ഓരോരുത്തർ മനഃപൂർവ്വം ദ്രോഹിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുക, നമുക്ക് ഭഗവാനോട് ഭഗവതിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നല്ല ബുദ്ധി കൊടുക്കാൻ വേണ്ടിയിട്ട്, തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഈ ഒരു അവസരത്തിൽ. ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര. ഇനി ആരൊക്കെയാ വന്നിട്ടില്ല എന്ന് നോക്കാം കേട്ടോ. വിഷ്ണു വി, ഷീസ്, ഷാജി, സുമിത, അശോകം, അജി കൊക്കോട്, അത്തുഷാന്ത്, രേഷ്മ, സോനു, അനു, അരുൺ, ഇത്രയും പേരാണെന്ന് വന്നിട്ടുള്ള കേട്ടോ. ഹരേ കൃഷ്ണ, ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരഹരോ ഹരഹര.